അത്രയുന്ന ബസ്സിൽ, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ അവഹേളിച്ചു എന്ന് പറഞ്ഞൊരു വീഡിയോ ഒരു യുവതി പോസ്റ്റ് ചെയ്യുന്നു. അതിന് പിന്നാലെ ആ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ അതിലും മനന്നുണ്ട് ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു യുവാവ് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്തു. അപ്പൊ ആ യുവതി അനുകൂലിച്ചും ഒരു വിഭാഗം രംഗത്തുണ്ട്, ഈ ചെറുപ്പക്കാരനെ അനുകൂലിച്ചൊരു വിഭാഗം രംഗത്തുണ്ട്. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല, അത് മാനിപ്പുലേറ്റഡ് ആണ് ആ വീഡിയോ എന്നുള്ളത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂയുടെ മാറുകയാണ്. എങ്ങനെയാണ് അഡ്രസ് ചെയ്യുന്നത്? ഒന്ന്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. രണ്ട്, ഇതില് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പോലീസ് ഇതിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് അതിലൂടെ മാത്രമേ പറയാനായിട്ട് കഴിയുള്ളൂ. പോലീസ് അത് അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പൊ അന്വേഷണത്തിലൂടെ എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ളത് പോലീസ് കണ്ടെത്തും. ആ യുവതിക്ക് പരാതിപ്പെടാനുള്ള പ്ലാറ്റ്ഫോം ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ബസ്സിലോ മറ്റോ പരാതിപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാതെ നമ്മളത് ആദ്യമേ ഒരു പൊതുമധ്യത്തിൽ പ്രചരിപ്പിക്കുന്നത് അത് നല്ലതാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കട്ടെ. പരാതിപ്പെട്ടിട്ടുണ്ടോ അറിയില്ല. പരാതിപ്പെട്ടിട്ടില്ല എന്നാണോ? ആ പെൺകുട്ടി പരാതിപ്പെട്ടിട്ടില്ലായിരുന്നു. ആദ്യമേ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യായിരുന്നു ചെയ്തത്. ആ വണ്ടിക്കകത്ത് തന്നെ ഡ്രൈവറും കണ്ടക്ടറും മറ്റാളുകളൊക്കെ ഉണ്ട്. അങ്ങനെ പരാതിപ്പെടാം, അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകാം, ഈ വീഡിയോ തെളിവായി നൽകാം. പക്ഷെ അതിനു മുമ്പ് എന്താണ് എന്നറിയാതെ അങ്ങനെ പ്രചരിച്ചത് കൊണ്ടാണ് ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. കൃത്യമായി പറയുന്നത് പ്ലേസിൽ ഭാവവ്യത്യാസം വ്യക്തിയുടെ മുഖത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഫേക്ക് ആകാനുള്ള സാധ്യതകളാണ്. അല്ല, പോലീസ് ഇതിന് കൃത്യമായ അന്വേഷണം നടത്തും. അതില് ഏതെങ്കിലും എന്താണ് അത് അവിടെ സംഭവിച്ചതെന്ന് കണ്ടെത്തിക്കൊണ്ട് അതിൽ തെറ്റ് ഉണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തീർച്ചയായും അതിൽ നടപടി, അത് കേസുമായിട്ട് തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തുന്നത് എന്നുള്ളത് കാണട്ടെ. അല്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സത്യസന്ധമായ പരാതികൾ ഏത് പക്ഷം നിൽക്കണമെന്നൊരു ആശയക്കുഴപ്പമുണ്ടല്ലോ. ഇപ്പൊ മിനിസ്റ്റർ ഒന്ന് പറഞ്ഞിട്ട് വന്നതുപോലെ തന്നെ സ്ത്രീകൾ അതിക്രമിക്കപ്പെടുന്നുണ്ട്, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. പക്ഷെ ഇത്തരം വ്യാജ പരാതികൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് മോണിറ്റർ ചെയ്യണ്ടേ? ഈ സംഭവത്തിൽ എന്താണ് സത്യം എന്നുള്ളത് അറിയില്ല. എനിക്ക് നിങ്ങളുടെ കൂട്ട് മാത്രമേ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ആ ഒരു സംഭവം വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറലൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ സംഭവത്തിൽ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത്. വ്യാജ പരാതികൾ, വ്യാജമായിട്ടുള്ളത് എന്തും അത് നമുക്കൊരു കാരണവശാലും അങ്ങനെയാണെങ്കിൽ അറിയില്ല, നമുക്കത് അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പോലീസ് ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്താണെന്നുള്ളത് കണ്ടെത്തട്ടെ. ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് തന്നെ മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യരുടെ പേരൂർക്കട ESI ആശുപത്രിയിലെ ഈ കീഹോൾ സർജറികൾ മുടങ്ങിയിട്ടുണ്ട്. ഈ ശസ്ത്രക്രിയ ഉപകരണം ഇല്ലാത്തത്